കേൾവിയുടെ കാര്യത്തിലല്ല, നമ്മുടെ സെൻസുകളെല്ലാം, കാഴ്ചയാകട്ടെ, ശബ്ദമാകട്ടെ, ടേസ്റ്റ് ആകട്ടെ, നമ്മൾ ജീവിക്കുന്നത് തന്നെ ഈ കാര്യങ്ങളെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ. നമ്മുടെ ചുറ്റിലും എത്ര പേരാണ് അറിഞ്ഞുകൊണ്ടും അറിയാണ്ടൊക്കെ അവരവരുടെ കേൾവിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാമോ? കേൾക്കുമ്പോൾ ഭയങ്കര സിമ്പിൾ ആയിട്ട് തോന്നും, പക്ഷേ കേൾവി എന്ന് പറയുന്നത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിനകത്ത് ചെറുതായിട്ടെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം നമുക്ക് പറ്റുമ്പോഴേ അത് എത്രത്തോളം അതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, അത് എത്രത്തോളം ഒരു മോശമായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ടേൺ ഡൗൺ സം വോളിയം. നിങ്ങളിപ്പോൾ ഇയർഫോണിലോ ഹെഡ്ഫോണിലോ എന്തെങ്കിലും കേട്ടുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന ഒരാൾക്കും ആ ഒരു സൗണ്ട് കേൾക്കാൻ പറ്റുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം സിമ്പിളാണ്, ഇറ്റ്സ് ടു ലൗഡ് ഫോർ യുവർ ഇയേഴ്സ്. സോ ടേൺ ഡൗൺ സം വോളിയം. ഇയർ പ്രൊട്ടക്ഷൻ. നമുക്കിപ്പോൾ മുൻകൂട്ടി അറിയാന്നുള്ള, ഇപ്പം ഉത്സവത്തിന് പോകട്ടെ, അല്ലെങ്കിൽ നല്ല ചെണ്ടമേളം, അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഈ നമ്മുടെ ഈ ടൈൽസ് ഒക്കെ ഗ്രൈൻഡ് ചെയ്യുന്ന ഒരു ടൂൾ ഉപയോഗിച്ച് ഗ്രൈൻഡ് ചെയ്യുന്ന ആൾക്കാരില്ലേ, അതിൽ നിന്നൊക്കെ എത്രത്തോളം സൗണ്ടാണ്, ആ തുളഞ്ഞു കയറുന്ന സൗണ്ടാണ് കേൾക്കുന്നതെന്ന് അറിയാം. അപ്പോൾ നമുക്ക് മുൻകൂട്ടി അറിയാന്നുള്ള ഇങ്ങനത്തെ നോയ്സി സിറ്റുവേഷനിൽ ഇയർ പ്ലഗുകൾ യൂസ് ചെയ്യുക. പോട്ടെ നിങ്ങളുടെ കയ്യിൽ ഇയർ പ്ലഗ് ഇല്ല, അത് മേടിക്കാൻ വയ്യാന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു കോട്ടൺ പഞ്ഞിയെങ്കിലും എടുത്ത് കയ്യിൽ വെച്ചിരിക്കുക, ചെവി ഒന്ന് ബ്ലോക്ക് ആക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളിപ്പോൾ ഇയർഫോണോ ഹെഡ്ഫോണോ ഒക്കെ അത്രയും കൺസിസ്റ്റൻ്റ് ആയിട്ട് അല്ലെങ്കിൽ വർക്ക് റിലേറ്റഡ് ഒക്കെ അത്രയും യൂസ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ചെവിക്കൊരു ബ്രേക്ക് കൊടുക്കുക. ഞാൻ എൻ്റെ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ആ ഒരു 60-60 റൂൾ, 60% വോളിയം 60 മിനിറ്റ് സമയത്തേക്ക് മാത്രം യൂസ് വയ്ക്കുക. അതിനുശേഷം ഒരു ചെവിക്കൊരു ബ്രേക്ക് കൊടുക്കുക. ബ്രേക്ക് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. ചെവിക്കകത്ത് ഈ കാണുന്നതെല്ലാം എടുത്ത് കുത്തുന്നത് അത്ര നല്ല ശീലമല്ല. ഓക്കെ, ഇയർ ബഡ്സ് നമുക്ക് ആ ഒരു ചെവിയുടെ ആ ഒരു ഔട്ടർ ലെയറിൽ ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഈ താക്കോലെടുത്ത് യൂസ് ചെയ്യാം, പേന, പെൻസില്, തൂവൽ അതൊക്കെ എടുത്ത് ഈ ചെവിയിലിട്ട് കുത്തുന്നത് അത്ര നല്ല ശീലമല്ല. കേൾവിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ചെറുതായിട്ടെങ്കിലും ഒരു ഡൗട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കേൾവി പരിശോധിച്ച് നോക്കുക. എന്തിനാണ് അത് വച്ചുകൊണ്ടിരിക്കുന്നത്? കേൾവിയുടെ കാര്യത്തിലല്ല, നമ്മുടെ സെൻസുകളെല്ലാം, കാഴ്ചയാകട്ടെ, ശബ്ദമാകട്ടെ, ടേസ്റ്റ് ആകട്ടെ, നമ്മൾ ജീവിക്കുന്നത് തന്നെ ഈ കാര്യങ്ങളെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പം അതിനെന്തെങ്കിലും ഒരു പ്രശ്നം വരിക എന്നുള്ളത് അത്ര സുഖകരമായിട്ടുള്ളൊരു കാര്യമല്ല, ഒരല്പം സങ്കടകരമായ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ കേൾവി പരിശോധിച്ച് നോക്കുക, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. യെസ്, ഐ ആം ഓഡിയോളജിസ്റ്റ് നിഖിൽ സജീവ്. ഹിയറിംഗ് അല്ലെങ്കിൽ ഹിയറിംഗ് എയ്ഡ്സ് റിലേറ്റഡ് എന്തെങ്കിലും കൺസേൺസോ ഡൗട്ട്സോ ഉണ്ടെങ്കിൽ ടു ലെറ്റ് മീ നോ. ഓക്കെ, സ്റ്റേ ഹെൽത്തി. ഓക്കെ.